മകനെ ആദ്യം സൂപ്പർ താരമാക്കി, പിന്നെ മുഖ്യമന്ത്രിയും. ആനന്ദ കണ്ണീരണിന് വിജയിയുടെ അച്ഛൻ. ഒരു സാധാരണക്കാരനായ അച്ഛൻ്റെ അസാധാരണ സ്വപ്നങ്ങൾ. എന്നാൽ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അദ്ദേഹം മകന്റെ കൈപിടിച്ച് എന്നും ഒപ്പം നിന്നു. രജനീകാന്തിനെ പോലെ വിജയിയെ സൂപ്പർ താരമാക്കുകയായിരുന്നു ആദ്യ സ്വപ്നം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിജയ് അത് നേടി. താരപദവിയിൽ നിന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദവിയിൽ എത്തിക്കുകയായിരുന്നു മറ്റൊരു സ്വപ്നം. അതും വിജയിച്ചു. കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വേദിയുടെ മുന്നിലിരുന്ന് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. വാത്സല്യത്തിന്റെയും അഭിമാനത്തിന്റെയും ആനന്ദ കണ്ണീരായിരുന്നു അത്. മകനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കരുത്തുറ്റ വ്യക്തിയായി മാറ്റാൻ സാധിച്ചതിലുള്ള അഭിമാന നിമിഷം. 1984 തന്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത വെട്രി എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് സിനിമയിൽ വിജയുടെ അരങ്ങേറ്റം ആരംഭിക്കുന്നത്. പിന്നീട് 1992 ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത നാളെയെ തീർപ്പ് എന്ന ചിത്രത്തിൽ വിജയ് പ്രധാന കഥാപാത്രമായി എത്തി. അവിടെ നിന്ന് വിജയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ചന്ദ്രശേഖറും ഒപ്പമുണ്ടായിരുന്നു. 1945 ജൂലൈ 2 രാമേശ്വരം തങ്കച്ചി മഠത്തിൽ ജനിച്ച ചന്ദ്രശേഖർ സ്ഥിരോത്സാഹത്തിലൂടെയാണ് സിനിമയിൽ സ്വന്തം വഴികൾ പാകിയത്. അതേ വഴികളായിരുന്നു മകനും കാട്ടിക്കൊടുത്തത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 70-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അദ്ദേഹം വിജയിയെ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിക്കാൻ മാത്രം 5 സിനിമകൾ ഒരുക്കി വിജയത്തിലെത്തിച്ചു. 2009 വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക സംഘടന രൂപവൽക്കരിച്ചതിന് പിന്നിലും അതിനെ വാർഡ് തലത്തിൽ വ്യാപിപ്പിക്കാൻ അദൃശ്യ ശക്തിയായതും ചന്ദ്രശേഖർ ആയിരുന്നു. 1992 പുറത്തിറങ്ങിയ തന്റെ ആദ്യ സിനിമയായ നാളെ തീർപ്പ് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രൂപത്തെയും അഭിനയത്തെയും പരിഹസിക്കാത്ത മാധ്യമങ്ങളോ വിമർശകരോ ഉണ്ടായിരുന്നില്ല. ഒരു നായകന് വേണ്ട ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്ന് മാറ്റി നിർത്തപ്പെട്ട ആ യുവാവ് തന്റെ പോരായ്മകളെ തന്റെ ശക്തിയാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. പൂവി ഉനക്കാകെ എന്ന ചിത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ അദ്ദേഹം പിന്നീട് ആക്ഷൻ സിനിമകളിലൂടെ യുവാക്കളുടെ ആവേശമായി മാറി. ഓരോ സിനിമ പരാജയപ്പെടുമ്പോഴും കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്ന വിജയ് തമിഴ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ചക്രവർത്തിയായി സ്വയം അടയാളപ്പെടുത്തുകയായിരുന്നു. പരാജയപ്പെട്ട ഇടത്തുനിന്ന് തന്നെ വിജയിച്ചു കാണിക്കുക എന്ന വാശി വിജയുടെ സിനിമാ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. വിജയുടെ വ്യക്തിത്വത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ നിശബ്ദതയും അന്തർമുഖത്വവുമാണ്. വലിയ ആൾക്കൂട്ടങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ മടിച്ചിരുന്ന ഉൾവലിഞ്ഞ പ്രകൃതക്കാരനായ ഒരു നടൻ എങ്ങനെ രാഷ്ട്രീയത്തിലെ വെല്ലുവിളികളെ നേരിടുമെന്ന് പലരും സംശയിച്ചിരുന്നു. എന്നാൽ ഈ നിശബ്ദത അദ്ദേഹത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായി മാറി. വെറുതെ സംസാരിക്കുന്നതിനേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന പ്രതിച്ഛായ ഇത് അദ്ദേഹത്തിന് നൽകി. തന്റെ ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തെ വെറുമൊരു ഫാൻസ് അസോസിയേഷൻ എന്ന നിലയിൽ നിന്ന് വളരെ ആസൂത്രിതമായി ഒരു രാഷ്ട്രീയ സംഘടനയായി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ക്ഷമയും ബുദ്ധിയും ഇന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചിരിക്കുകയാണ്. മൈക്കിന് മുന്നിലെ ഗർജനങ്ങളെക്കാൾ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ ഫലമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന DMK, AIADMK എന്നീ 2 വൻ ശക്തികൾക്ക് പിന്നാലെ പോകാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം ദ്രാവിഡ രാഷ്ട്രീയത്തിന് തമിഴ് മണ്ണിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീര്യം വീണ്ടെടുക്കാനെന്നോണം തമിഴക വെട്രിക്കഴകം എന്ന സ്വതന്ത്ര പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. ഇതിലൂടെ DMK മുന്നോട്ട് വെക്കുന്ന കുടുംബ രാഷ്ട്രീയത്തെയും BJPയുടെ ദേശീയതയെയും ഒരേപോലെ എതിർക്കുന്ന ഒരു മൂന്നാം പാത വെട്ടിത്തിളക്കാനായതാണ് വിജയിയെ വ്യത്യസ്തനാക്കിയത്. തന്റെ സിനിമകളിലുടനീളം കെട്ടിപ്പടുത്ത സാധാരണക്കാരന്റെ പ്രതിനിധി എന്ന പ്രതിച്ഛായയെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞതും വിജയുടെ നേട്ടമായി വിലയിരുത്താം. ന്യൂസ് ഡെസ്ക് വീക്ഷണം.